ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത് ഗായ്സ്. ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും, ഇത് മെർസിഡീസ് ബെൻസിൻ്റെ ഒരു വണ്ടിയാണ് ഗായ്സ്. ഈ ഒരു വണ്ടിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ C36 AMG Coupe ബ്ലാക്ക് സീരീസ് എന്നാണ് ഗായ്സ് ഈ ഒരു വണ്ടിയുടെ പേര് ഗായ്സ്. ഇതൊരു 2012 ഇറങ്ങിയ ഒരു വണ്ടിയാണ് ഗൈസ്. നല്ലൊരു മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാണുമ്പോഴേ അറിയാം, നല്ലൊരു ലൈറ്റ്, ആ ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആ ഗിയറിൻ്റെ കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കമൻറ്റ് ചെയ്യുക, ഏതെങ്കിലും വണ്ടിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാം. അതിനൊന്നും ഒരു സീനും ഇല്ല. നമുക്ക് എനിക്കത് ഗെയിമർ ടാഗ് എന്താണെന്ന് അറിഞ്ഞൂടാ. ആ സംഭവം എന്തോ ചോദിച്ചായിരുന്നു ഈയിടെ ഒരാൾ. ഞാൻ അത് അയച്ചു കൊടുത്തു, നോക്കിയിട്ട് അതെങ്ങനെ അയച്ചു കൊടുക്കണമെന്ന് നോക്കിയിട്ട് അത് അയച്ചു കൊടുത്തു. എന്നിട്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഞാൻ കണ്ടില്ല. എന്തോ സംഭവം എനിക്കൊരു പിടിയില്ല ഗൈസ്. എന്തായാലും മൾട്ടിപ്ലെയർ കളിക്കുന്ന മൾട്ടിപ്ലെയർ നമുക്ക് ഒന്നിച്ച് കളിക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. ഫ്രീ ചുമ്മാ ഇങ്ങനെ ഈ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അത് Forza Horizon 4 ചുമ്മാ കളിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമുക്ക് ടീമായിട്ട് കളിച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ നൈസായിട്ട് അതുവഴി ഇതുവഴിയൊക്കെ നമുക്ക് വണ്ടി കൊണ്ട് ഓടിച്ചൊക്കെ പോകാം ഗൈസ്. എന്തായാലും അതിനൊന്നും ഒരു പ്രശ്നമില്ല ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. അതിനു മുന്നേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഈ ഒരു വണ്ടിയുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പണിതിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പണിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഇതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഗൈസ് ഈ ഒരു വണ്ടി കാണാൻ. നിങ്ങൾ തന്നെ നോക്കുക, നല്ല രസമില്ല ഈ ഒരു വണ്ടി കാണാൻ ഗൈസ്. ഈ ഒരു വണ്ടിക്ക് കുഴപ്പം? കിട്ടില്ലെന്നല്ലേ. പക്ഷേ എനിക്കിപ്പോൾ തോന്നും ഒരു സ്പോയിലറൂടെ വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നും. പക്ഷേ കുഴപ്പമില്ല, ഇത് മതിയല്ലേ. ഈ ഒരു ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. അവിടെ ഏകദേശം 9.3 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ട്രാക്കിലേക്ക്. ഓക്കെ ഗൈസ്, നമുക്കിവിടെ ഒന്ന് ബ്രേക്ക് പിടിച്ച് നോക്കാം. ഓ ഗൈസ്, സീനല്ലേ നൈസായിട്ട് വെള്ളം ഗൈസ്. ഈ ഒരു ഐസ് ഇതായിട്ട് മെൽറ്റായിട്ട് ഇടയ്ക്കത്തെ സ്ഥലത്തൊക്കെ വെള്ളമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. അത് കൊള്ളാം കേട്ടോ, സാധനം കൊള്ളാം. ആ വെള്ളമൊക്കെ അടിച്ച് തീർപ്പിച്ച ആ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം ഗൈസ്. ഏതെങ്കിലും വണ്ടിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ് എന്തായാലും കൊള്ളാം. നമ്മുടെ വണ്ടി നല്ല വണ്ടിയാണ് ഗൈസ് അല്ലേ. നല്ലൊരു യെല്ലോ കളറും അതിൽ തന്നെ ബ്ലാക്ക് ഒരു ഇതുകൂടെ ചേർത്തിട്ടൊരു കിട്ടില്ല വണ്ടിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളിനിയും പിന്നെ വേറെ വണ്ടികളൊക്കെ ഇനി ഇറക്കും. പെയ്യെ ഓരോ വണ്ടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് ഇറക്കും ഗൈസ്. കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, വണ്ടി അത്യാവശ്യം പണി ഇറക്കാനുള്ള കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ ഗൈസ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടി നമ്മൾ ഇറക്കും. പിന്നെ വേറൊരു വണ്ടി ഗൈസ് നോക്കി വേണം ഗൈസ്. ഇനി ഞാനാണെങ്കിൽ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ഗൈസ്, മെർസിഡീസിൻ്റെ ഈ ഒരു വണ്ടി ഞാൻ കണ്ട സമയത്ത് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു വണ്ടി, പിന്നെ വേറൊരു വണ്ടി ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടാണ്. ആ ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരിടയ്ക്ക് എനിക്ക് തോന്നി, വാങ്ങണമെന്ന് തോന്നി. അപ്പം തന്നെ ഞാൻ പൈസ എടുത്ത് വാങ്ങിച്ചു. പിന്നെ ഗൈസ് അപ്പം തന്നെ നമ്മൾ വണ്ടി പണിത് ഇങ്ങനെ അങ്ങ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ ഈ വണ്ടി എത്ര കിലോമീറ്റർ ടോപ്പ് സ്പീഡ് കയറുമെന്ന്. നമുക്ക് നേരെ ഇതിന് ട്രാക്ക് ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ ട്രാക്ക്. അതായത് നമ്മളെപ്പോഴും വണ്ടി അവിടെ കൊണ്ടിട്ട് ഒന്ന് റേസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ഒറ്റ ലൈൻ അങ്ങോട്ട് അടിച്ച് കയറത്തില്ലേ വണ്ടി. മാക്സിമം പവർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും കയറ്റാൻ നോക്കത്തില്ലേ ഗൈസ്. ആ ഒരു ട്രാക്കിലാണ് നമ്മളിന്ന് അവസാനം അറിയാൻ പോകുന്നത്. ഈ ഒരു വണ്ടി ആ ഒരു വളവിന് മുന്നേ എത്ര കിലോമീറ്റർ സ്പീഡിൽ കയറും എന്നൊക്കെ ഗൈസ്. നല്ല ഒറിജിനാലിറ്റിയാണ്. കാരണം നമ്മൾ സൈഡിൽ കൂടെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ തെറിക്കുന്നുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കതൊക്കെ കാണുമ്പോഴേ അറിയാം ഗൈസ്. ഈ ഒരു വണ്ടി ഗൈസ്, ഈ ഒരു ഗെയിം ഉണ്ടല്ലോ ഒരു കിട്ടിയില്ല സാധനം തന്നെയാണ് ഗൈസ്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് പണ്ട് ഈ ഒരു ഗെയിം വാങ്ങിച്ചവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങാൻ നോക്കുക.
ക്രാക്കൊന്നും എടുക്കാതെ നോക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഗൈസ് ഈ ഒരു ഗെയിമിന് അത്യാവശ്യം സ്പെക്ക് നമുക്ക് ഏകദേശം ഒരു 8 GB റാമും 2 GB ഗ്രാഫിക്സ് കാർഡും ഉണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഏറ്റവും ലോ ഗ്രാഫിക്സിൽ ഇട്ട് കളിക്കാൻ പറ്റും. പക്ഷേ ഗൈസ് എന്തായാലും നല്ല വെർത്തായിട്ടുള്ള ഗെയിം തന്നെയാണ്. കാറിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും ആ മോഡിഫിക്കേഷൻ ചെയ്തെടുത്ത വണ്ടി ട്യൂൺ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു കിട്ടിലൻ ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെ പറയാം ഗൈസ്. ഈ ഒരു ഗെയിം നിങ്ങൾ ഈ ഒരു സമയത്ത് വാങ്ങിച്ചില്ലെങ്കിൽ ഇപ്പം തന്നെ ഗെയിം കിട്ടത്തില്ല. ഇപ്പം തന്നെ ഈ ഒരു ഗെയിം കിട്ടത്തില്ല, ഡീലിസ്റ്റഡായി. പണ്ടത്തെ ഏതെങ്കിലും ഈ ഒരു അക്കൗണ്ട് ഈ ഒരു ഗെയിം കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ വാങ്ങുക, എന്നിട്ട് അപ്പം തന്നെ ഈ ഒരു ഗെയിം കളിക്കാൻ നോക്കുക. കാരണം പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗൈസ് ഇതിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ കൂടിയേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ഗെയിംസിൻ്റെ കാര്യമാണ്, എപ്പോൾ വേണമെങ്കിലും ഡിമാൻഡ് കൂടുകയും എപ്പോൾ വേണമെങ്കിലും കുറയുകയും ചെയ്യും. ഈ ഒരു ഗെയിമിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഡിമാൻഡ് കൂടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഗൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് കണ്ടോ മഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. ആ ഒരു പോച്ചേന്ന് ആ ഒരു മഞ്ഞെടുത്ത് കാണുന്നുണ്ടോ നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ? നൈസ് ഗെയിമാണ് കേട്ടോ ഗൈസ്. ഈ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ ബഡ്ജറ്റിൽ, കാരണം എനിക്ക് ഈ ഒരു ഗെയിം ഏകദേശം ഒരു 250 ആ ഒരു ബഡ്ജറ്റിലാണ് ഗൈസ് എനിക്ക് ഈ ഒരു ഗെയിം കിട്ടിയത് ഗൈസ്. ആ ഒരു ബഡ്ജറ്റിൽ നല്ല വെർത്തായിട്ടുള്ള ഗെയിമെന്ന് തന്നെ പറയാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോർട്ടൽ കോംബാറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഓഫറിന് ഗൈസ്, സത്യം പറയാമല്ലോ സ്റ്റീമിൽ നല്ല ഓഫർ വരും. എപ്പിക്സ് ഗെയിം സ്റ്റോറിനേക്കാളും കുറച്ചുകൂടെ ഓഫർ കൂടുതൽ കിട്ടുന്നത് സ്റ്റീമിലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എപ്പിക്സും യൂസ് ചെയ്യുക, സ്റ്റീമും യൂസ് ചെയ്യുക. എപ്പിക്സിലാണെങ്കിൽ എല്ലാ സ്പെഷ്യൽ ഡേയ്സൊക്കെ പിന്നെ എല്ലാ വീക്കിലും ഒക്കെ നമുക്ക് ഓരോ ഗെയിംസ് ഫ്രീ ആയിട്ട് കിട്ടും. അതെല്ലാം നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് സ്റ്റീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കാര്യങ്ങളും പരിപാടികളും ഒക്കെ അതിലുണ്ട്. അതെല്ലാവരും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ഗെയിം വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗെയിം വാങ്ങുക, അത് നല്ലൊരു പരിപാടിയാണ്. എപ്പിക്സിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നു എപ്പിക്സിനകത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്താൽ ഗെയിം അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഗൂഗിൾ പേയിലെ പൈസ ഉള്ളൂ എങ്കിൽ നമുക്കിതിലൊരു വെബ്സൈറ്റ് ഉണ്ട് ഗൈസ്. അതിൽ തന്നെ QR കോഡ് വെച്ച് സ്കാൻ ചെയ്ത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഈ റെഡീം കോഡായിട്ട് പർച്ചേസ് ചെയ്ത് സ്റ്റീമിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവമൊക്കെ സ്റ്റീമിലുണ്ട്. എപ്പിക്സിൽ ആ സംഭവം ഇല്ല ഗൈസ്. എന്തായാലും ഇനി ഏകദേശം 1.7 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമുള്ളൊരു സമയമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു സ്ഥലത്തൊന്നും ഈ വണ്ടി കൈ നിൽക്കത്തില്ല, ഒരിക്കലും വണ്ടി കൈ നിൽക്കുന്നൊരു സമയമല്ല. കാരണം ഗൈസ് നല്ല ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ തൊട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഒരിക്കലും നിൽക്കത്തില്ല. അത് നല്ല ടാസ്ക്കാണ് ഗൈസ്. അറിയാത്തതാണ് ഗൈസ്. നമ്മളില്ലേ സാധാരണ സീസണിൽ ഗെയിം കളിക്കുമ്പോഴും ഈ ഒരു സീസണിൽ ഗെയിം കളിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഒറിജിനാലിറ്റി സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി തന്നെ നിരങ്ങിപ്പോവും. അങ്ങനത്തെ രീതിയിലുള്ളൊരു സംഭവമാണ് ഇതിലുള്ളത് ഗൈസ്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞായതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ടയറിനൊന്നും ഗ്രിപ്പ് കിട്ടില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഗൈസ്. നല്ല പാട് തന്നെയാണ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കളിച്ച് നോക്കുക, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത്. കാരണം മസ്താങ്ങിൻ്റെ വീഡിയോ ഇല്ലേ ഗൈസ്, ഇതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ മസ്താങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കുക. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് വിൻ്റർ സീസൺ ആകുമ്പോൾ എന്താണ് വണ്ടിക്ക് പറ്റുന്നത് ഗൈസ്. ബ്രേക്ക് പിടിച്ചാണ്ടല്ലോ, പിടിക്കുന്നിടത്തൊന്നും അല്ല ഗൈസ് വണ്ടി ഇരിക്കുന്നത്, വണ്ടി വേറെ എവിടെയാണ് നിൽക്കുന്നത്. അതാണ് സംഭവം ഗൈസ്. സത്യം പറയാല്ലേ, അതാ സംഭവം. ഗൈസ് കിട്ടിയില്ല ലുക്കല്ലേ. അയ്യോ, ഒരു മൊത്തൽ കിടക്കുന്നൊരു ലുക്ക് ഗൈസ്. ഇതിനകത്തൊരു മൊത്തൽ കിടക്കുന്ന ലുക്കല്ലേ ഗൈസ്. സത്യം പറയാം, നിങ്ങളൊന്ന് നോക്കിയേ, ഭയങ്കര കിട്ടില്ല സാധനം കിടക്കുന്നത് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വണ്ടിയുടെ ലുക്കെന്ന് വെച്ചാൽ. അടിപൊളി ലുക്കാണ്, അടിപൊളി. നോക്കിയേ ആ ഗോൾഡൻ പെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നിർത്തുന്നുണ്ട്. പിന്നെ ഗൈസ് ഞാനാണ് ആ റിമ്മ് സെലക്ട് ചെയ്തത്. എനിക്ക് ആ റിമ്മ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം അതിന് ചേരുന്നൊരു റിമ്മ്. സത്യം പറയല്ലോ, ചേരുന്നൊരു റിമ്മ് ഗൈസ്. എന്തായാലും അത് എന്നെ കൊണ്ടെടുക്കാം. സെക്കൻഡ് ഗിയർ ഗൈസ്, ഫോർത്ത് ഗിയറും 230 ഗൈസ്. ഫിഫ്ത്ത് ഗിയർ 286 ഗൈസ്. നമുക്ക് 400 അടിക്കുമോ നോക്കാം ഗൈസ്. കാരണം 6th ഗിയർ വീണപ്പോൾ തന്നെ ഏകദേശം 300 കയറി, അതായത് 400 അടിക്കാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു ഗൈസ്. 56 ഗൈസ്, 60
ഗൈസ് 70 ഗൈസ്. ഓക്കെ 70 അടിച്ചിട്ടുണ്ട്. 76, 77, 78, 79 ഗൈസ്. 379 പേര്. ഗൈസ് നിങ്ങളൊന്ന് നോക്കിയേ, 379, ഏകദേശം 380 കയറും. കുറച്ചുകൂടെ വണ്ടി നമ്മൾ തിരിച്ചില്ലായിരുന്നു ഉറപ്പായിട്ടും 380 കയറിയേനെ ഗൈസ്. ഒരു 20 കിലോമീറ്റർ സ്പീഡിൻ്റെ കുറവുകൂടായിരുന്നു. പക്ഷേ ഗൈസ് എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ ഒരു വണ്ടി 400 കയറത്തില്ല. കാരണം അത്ര ഉള്ള നമ്മൾ പവർ ഫുള്ള് കൊടുത്തു. പക്ഷെ നമ്മൾ അഡീഷണലായിട്ട് വണ്ടി കുറച്ചുകൂടെ പണിത് കുറച്ച് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു വണ്ടി അത്രയും കയറത്തില്ല ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുക, നമുക്ക് ഒന്നിച്ച് കളിക്കാം. എൻ്റെ കൂടെ ഈ ഒരു ഗെയിം കളിക്കാനും ആരുമില്ല. നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കളിക്കാം. നമുക്കൊരു സീനില്ല, നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതിൽ എനിക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവന്നിരിക്കും. എന്തായാലും ഗൈസ് അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ് ഗൈസ് നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരും. ഓക്കെ ബൈ.